അമ്മയിലെ മെമ്പറാണോ? ആണ്. AMMA എന്ന് വിളിക്കുന്നതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? അതെന്താണ്? ഫിയോക്കിനെ ഫിയോക്ക് എന്ന് വിളിക്കാം, കിഫ്ബി എന്ന് വിളിക്കാം. അങ്ങനെയല്ല, ഞാൻ അമ്മയുടെ മെമ്പർ എന്നുള്ള രീതിയിൽ ഞാനും അമ്മയുടെ അമ്മയെ AMMA എന്ന് വിളിക്കുന്നത് നമ്മൾ അബ്രിവിയേഷൻസിനെ സാധാരണ AMMA എന്നൊക്കെ വിളിക്കും. നമുക്കതിനെ കൂട്ടിച്ചേർത്ത് അമ്മ എന്ന് വിളിക്കാം, അതിൽ ഒരു തെറ്റുമില്ല. അല്ല, ഞാൻ പറയണേ കിഫ്ബിനെ കിഫ്ബി എന്ന് വിളിക്കും. അബ്രിവിയേഷൻസിനെ അങ്ങനെയല്ലേ നമ്മൾ വിളിക്കുന്നത്. Why that segregation? What do you think? Why is that segregation? അതായത് കിഫ്ബിനെ കിഫ്ബി എന്ന് വിളിക്കും, ഫെഫ്കെനെ ഫെഫ്കെ എന്ന് വിളിക്കുന്നു, ആൻഡ് ഫിയോക്കിനെ ഫിയോക്ക് എന്ന് വിളിക്കുന്നു. Why when it comes to അമ്മ AMMA? What is your immediate reaction to that? What is the immediate? Why people are calling? Why channels are calling AMMA? അതിനെ കുറിച്ചുള്ള ഒരു ഡിസ്കഷൻ നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ്. അല്ല, എന്തുകൊണ്ടായിരിക്കും എന്നാണ് ഞാൻ കൂട്ടി വായിക്കാൻ അറിഞ്ഞൂടാത്തോണ്ടായി. അതായിരിക്കും കൂട്ടി വായിക്കാൻ അറിഞ്ഞൂടാത്ത ചാനലുകൾക്ക് അങ്ങനെ പറയാം. കറക്റ്റ് ആണ്. പറഞ്ഞു വിട്ടത് ഞാനാണ് ഹൈദരാലിയെ പറഞ്ഞു കൊടുത്തത് പല ട്രാൻസ്ഫർ ആവൂലേ. ഹൈദരാലിയുടെ കാര്യം ഹൈദരാലി പല കാര്യങ്ങൾ കേൾക്കും, പക്ഷെ ഹൈദരാലിക്ക് തോന്നുന്നതേ ഹൈദരാലി പറയുള്ളൂ. അത് ഹൈദരാലി തന്നെയാ പറയണേ. നിങ്ങൾ എന്തുകൊണ്ട് ഞാൻ മറ്റേ പേരുകളൊന്നും പറയല. വിഷു എന്തോ സ്വാമി ശരണം 2-3 മാസം അല്ലെ 2-3 ദിവസം മുമ്പ് ഞങ്ങൾ ശബരിമലയിൽ പോയി സർവ്വഭാഗങ്ങളും കഴുകിക്കളഞ്ഞു. എല്ലാവരുമായിട്ട് പറയാം, ഞാനും പിച്ചാരടിയായിട്ട് കുംഭമേളക്ക് പോയില്ല. ഞാൻ ശബരിമല മല കയറുമ്പോഴും ചോദിക്കണമെന്ന് വെച്ച ചോദ്യമാണിത്. എന്താണത്? നിങ്ങൾ ഭയങ്കര സുന്ദരനാണ്, നിങ്ങൾക്ക് അറിയാലോ അത്. അതായത് ഞങ്ങളുടെ ശബരിമലയുടെ ഒരു ഫോട്ടോ ഞാൻ പോസ്റ്റ് ചെയ്തപ്പോൾ നോർത്ത് ഇന്ത്യന്ന് ഒരാൾ എനിക്ക് മെസ്സേജ് അയക്കുകയാണ്. ഹൂ ഇസ് ദിസ് ഗുഡ് ലുക്കിംഗ് മാൻ? എനിക്ക് ഇവിടെ മാത്രമല്ല, അപ്പൊ ഞാൻ പറഞ്ഞു ശബരിമലയിലെ PRO ഓഫീസിലെ സെക്യൂരിറ്റിയാണ്, ഞങ്ങളെ തൊഴിക്കാൻ കൊണ്ടുപോയ ആള് ഇയാളാണെന്ന് പറഞ്ഞു. സ്റ്റിൽ ഐ വോണ്ട് ടു മീറ്റ് എന്ന്. ഇത് ആൺകുട്ടിയാണോ പെൺകുട്ടി? അപ്പൊ ഞാൻ വളരെ ഇതായിട്ട് ഞാൻ ഇതെങ്ങനെയാണ് അപ്പൊ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഒറ്റ ചോദ്യം. നിങ്ങളോട് എത്ര പേര് ചോദിച്ചെന്ന് അറിയാം. നിങ്ങള് ഭയങ്കര സുന്ദരനാണ്.